ഇപ്പം എല്ലാവർക്കും പുഡിങ്ങിനോടൊക്കെയാണല്ലോ ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ പ്ലം കേക്കിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. എനിക്കിപ്പോഴും പ്ലം കേക്ക് അല്ലെങ്കിൽ പിന്നെ ടീ കേക്കൊക്കെയാണ് ഇഷ്ടം. പുഡിങ്ങിനോടുള്ള ഇഷ്ടമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്കും കല്യാണിക്കാണെങ്കിൽ കേക്കായാൽ മതി, എന്താണെങ്കിലും ഇഷ്ടമാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ അറിയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പ്ലമ്മിനോടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ണൻ്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പ്ലം തന്നെയായിരുന്നു. ആരും അങ്ങനെ പുഡിങ് എത്തിയിട്ടുണ്ടായില്ല. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ പുഡിങ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ആൾ എല്ലാ വർഷവും ഇങ്ങനെ കേക്ക് കാണാനായിട്ട് കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ആൾ പുഡിങ്ങായിരുന്നു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3-4 കേക്കുകൾ ഇപ്രാവശ്യം നമ്മളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കഷ്ണം കേക്ക് കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ കണ്ണന് അത് പണ്ട് മുതൽക്കേ ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ അവന് കഴിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് അവൻ്റെ വായിലൊന്ന് തൊടിച്ചെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ആളെന്നെ ഒന്ന് ഇങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ ഞാൻ ആ കേക്ക് കഴിക്കാൻ എടുത്തപ്പോഴും ഞാനൊന്ന് തൊട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിവാവയാണ്, ഇപ്പോൾ ഇത്തിരി മടിയൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ആളൊക്കെയാണ്, പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആൾക്ക് ഇത്തിരി മടിയൊക്കെ ആയിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നെസ്റ്റം കുറുക്കിയാണ് അവന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടമാണ്. അത് അത്ര നല്ലതാണോ അല്ലയോ എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വലിയ ഗുണങ്ങളൊന്നുമില്ല കൊടുക്കുന്നത് കൊണ്ട്. പക്ഷേ വിശപ്പ് മാറാനായിട്ടൊരു സാധനം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. കഫക്കെട്ടിൻ്റെതായുള്ള സംഭവങ്ങളൊന്നും അതിലില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. നമ്മളടുത്ത് പീഡിയാട്രീഷ്യൻ പറഞ്ഞത് സെർലാക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നെസ്റ്റം അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും ബോഡിയിലേക്ക് കിട്ടില്ലെങ്കിൽ പോലും ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് വയറ്റിലേക്ക് എത്താൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ മാത്രമേ നമുക്ക് നെസ്റ്റം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ അമ്പലത്തിലത്തെ ഉത്സവത്തിൻ്റെ ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണിയുടെ പേരിൽ ചുറ്റുവിളക്ക് ഉണ്ടായിരുന്നു. കണ്ണൻ്റെ പേരിലാണ് നമ്മൾ എന്ത് വഴിപാടുകൾ ഇങ്ങനെ എല്ലാവരുടെയും കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ വഴിപാടുകൾ പറഞ്ഞു വന്നപ്പോൾ കണ്ണൻ്റെ പേരിൽ ഗണപതി ഹോമം, കല്യാണിയുടെ പേരിലാണ് ഞാൻ ചുറ്റുവിളക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കല്യാണിയുടെ പേരിൽ നിന്ന് ചുറ്റുവിളക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ മെഗാ ഭരതനാട്യം ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നെ. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിവിടെ വീട് വാങ്ങിയതിന് ശേഷം ഫസ്റ്റത്തെ ഒരു ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ കണ്ണൻകുട്ടിയും ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം അടുത്ത വീഡിയോ